ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 10. വേരൂന്നിയത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. എൻ്റെ വീടിന് മുമ്പിലുള്ള ഫ്ലോറിഡ കീസ് ഹോമിൻ്റെ ഉദ്യാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആൽവൃക്ഷം എന്നും എന്നെ അതിശയിപ്പിക്കാറുണ്ട്. ഈ വടവൃക്ഷത്തിന് 2 തരം വേരുകളുണ്ട്. ഇവയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന വേരുകളും ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് തൂങ്ങുന്ന വേരുകളും. ഈ വേരുകൾ ചെടിക്ക് താങ്ങുതണ്ടായി വളരുകയും ആദ്യ ചെടിയെപ്പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വളരുകയും ചെയ്യുന്നു. ഇത്ര ശക്തമായ വേരുകൾ ഉള്ളതുകൊണ്ട് എത്ര ശക്തമായ കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് 100 കണക്കിന് വർഷങ്ങൾ ഈ വൃക്ഷങ്ങൾ നിലനിൽക്കുന്നു. പല സാഹചര്യങ്ങളിലും എത്രത്തോളം വേരുറപ്പുണ്ടെന്നത് നിർണായകമാണ്. യിരെമ്യാവ് 17 തന്നിൽ തന്നെ ആശ്രയിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഒരു കുറ്റിച്ചെടിയും വൻവൃക്ഷവും പോലെയാണെന്ന് വിവരിക്കുന്നു. ജഡത്തെ ഭുജമാക്കി പ്രവർത്തിക്കുന്നവർ ഒരു ബലഹീനമായ കുറ്റിച്ചെടി മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാണ്. അതിൻ്റെ ഏതാനും വേരുകൾ ഏതാനും നാളത്തേക്ക് അതിനെ നിലനിർത്തുമെങ്കിലും അത് പെട്ടെന്ന് വാടിപ്പോകും. നമ്മെ സംബന്ധിച്ചും നമ്മുടെ സ്വയം വഞ്ചിക്കുന്ന ഹൃദയങ്ങൾ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ പര്യാപ്തമല്ല. എന്നാൽ ദൈവത്തിൽ ശരണപ്പെടുന്നവർ ഒരു വൻ വൃക്ഷം പോലെ വേരൂന്നുകയും നിരന്തരം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അവ നിലനിൽക്കുക മാത്രമല്ല, തഴയ്ക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ അസംഖ്യമായ പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സത്യത്തിലും സ്നേഹത്തിലും നമ്മുടെ വേരുകൾ ആഴ്ത്തണം എന്നത് ജീവൽ പ്രധാനമാണ്. ദൈവശക്തിയിൽ വേരൂന്നിയാലേ നമുക്ക് ശക്തരായി നിലനിൽക്കാൻ കഴിയൂ. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ എന്തു മാറ്റങ്ങളും വെല്ലുവിളികളുമാണ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? വിശ്വാസത്തിൻ്റെ ആ കുതിപ്പിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? ദൈവത്തിന് മഹത്വം.